സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിഷാണിത്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കറി എന്ന് തന്നെ പറയാം, ഇഞ്ചി തൈര്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഹെൽത്തി കറിയാണ്. ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം. ഇന്ന് ഈ വീഡിയോയുടെ നമ്മൾ നാടൻ ഇഞ്ചി തൈരാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സർഗം കിച്ചണിൽ ഒരു ഇഞ്ചി തൈര് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലും ഇട്ടിട്ട് ഒരു നാടൻ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. 2 വലിയ ഇഞ്ചി കഷ്ണം നല്ല ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്പണം. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിടണം. അതിലേക്ക് കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി തിരുമ്പണം. നല്ല പൊടിയായിട്ട് അരിയണം കേട്ടോ. എത്രയും പൊടിയാവണമെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നല്ലോണം നൈസായിട്ട് ചതച്ച് ചേർക്കാം. അപ്പം പിന്നെ ഇങ്ങനെ അരിയേണ്ട ബുദ്ധിമുട്ടില്ല. നല്ലോണം ചതച്ച് ചേർത്താലും മതി. അപ്പം നമ്മളിതുപോലെ ഇഞ്ചി നല്ലോണം ഒരു 2-3 മിനിറ്റ് നല്ലോണം കൂട്ടി തിരുമ്പണം. ഇനി ഇതിനാവശ്യമുള്ള പച്ചമുളകും വേപ്പിൻ്റെ ഇല എടുക്കാം. എരിവ് കുറവുള്ള പച്ചമുളകാണ്. അപ്പം ഞാൻ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതും നല്ലോണം ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കറി എന്നാണ് പറയുക. ഏത് സദ്യ ആയാലും ഒരു ഇഞ്ചിക്കറി സൈഡിലായിട്ട് ഉണ്ടാവും. ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. നമുക്ക് നല്ലോണം ദഹനം നടക്കും. നല്ല ബെസ്റ്റ് കറിയാണിത്. വിക്രമാദിത്യ സദസ്സിലെ വരരുചി പഞ്ചമി തയ്യാറാക്കി കൊടുത്ത കറിയാണ്. 101 കറികൾ ഏതാന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു കറിയാണ് അവർ തയ്യാറാക്കി കൊടുത്തത്. അപ്പം അത്ര പുരാതന കാലം തൊട്ട് തന്നെ ഉള്ളൊരു കറിയാണിത്. വേപ്പിൻ്റെ ഇല 2 കതിർപ്പും എടുത്ത് ഇതുപോലെ ചെറുതാക്കിയിട്ട് നുറുക്കാം. കത്രി കൊണ്ട് വെട്ടിയാലും മതി, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോഴേ അതിൻ്റെ ഒരു മണം കറിയിലേക്ക് കിട്ടുള്ളൂ. ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ് ഇഞ്ചിത്തൈര് കറി. അപ്പോൾ ഇതും കൂടി ഒന്ന് നമുക്ക് കൂട്ടി തിരുമ്പി വെക്കാം. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റും പച്ചമുളകും ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടി തിരുമ്പുന്നത്. ഇനി നമുക്ക് ഇതിന് മാറ്റാം. അപ്പം നമുക്ക് നമ്മുടെ തൈര് എടുക്കാം. 1 കപ്പോളം തൈര് എടുക്കണം. നല്ല വലിയൊരു 2 ഇഞ്ചി കഷ്ണമാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇഞ്ചി കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ തൈര് അധികം വേണ്ട. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തൈര് എടുക്കാനായിട്ട്. പച്ചമുളകൊക്കെ തൈരിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇഞ്ചിക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തൈരിക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണ് നമ്മുടെ ഇഞ്ചി തൈരിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് തൈര് ഉടച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി നമ്മൾ നല്ലോണം അരച്ച് ചേർത്തതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും കൂടി നല്ലോണം കൂട്ടി തിരുമ്പി ഒരു 5 മിനിറ്റോളം നല്ലോണം തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ടേസ്റ്റൊക്കെ കൂട്ടി ചേർന്നുണ്ടാവും. വേപ്പിലയും ഇഞ്ചിയും പച്ചമുളകാണല്ലോ. ഇത് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാത്ത കാരണം നല്ല ഹെൽത്തിന്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കടുക് താളിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഇഞ്ചിത്തൈരിൽ ഞാൻ കടുക് താളിച്ചിട്ടുണ്ട്. അത് കാരണം വേറിട്ടിട്ടൊരു ഹെൽത്തി ഒരു ഇഞ്ചിത്തൈര് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ തയ്യാറാക്കിയത്. അപ്പോൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിത്തൈര് റെഡിയായി. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.